അറ്റ്ലാന്റിക് സമുദ്രത്തിൽ കുടുങ്ങിയ MV ഹോണ്ടിയസ് കപ്പലിലെ ഹാൻഡ വൈറസ് ബാധയിൽ മരണം 3ആയി. കപ്പലിൽ 2 ഇന്ത്യക്കാരുമുണ്ട് എന്നാണ് വിവരം. നിരവധി പേർക്ക് വൈറസ് ബാധ ഏറ്റിട്ടുണ്ട് എന്നാണ് വ്യക്തമാവുന്നത്. സിമി സാബു കൂടുതൽ വിവരങ്ങൾ നൽകും. സിമി, ആശങ്കപ്പെടുത്തുന്ന കാര്യമാണോ ഇത്? എന്താണ് ഈ മരണം? അത് 3ആയി എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും പേടിക്കേണ്ട ചില കാര്യങ്ങളുണ്ടല്ലോ. എൽദോ, തീർച്ചയായും ആരോഗ്യരംഗത്ത് പുതിയ ആശങ്കയായി വളരുകയാണ് ഹാൻഡ വൈറസ് ബാധ. ഈ വൈറസ് ബാധിച്ച് 3 പേർ മരിച്ചു എന്നത് ആണ് ഏറ്റവും ആശങ്കയായി ഉയർന്നു വരുന്ന കാര്യം. അറ്റ്ലാന്റിക് സമുദ്രത്തിലൂടെ നീങ്ങിയ MV ഹോണ്ടിയസ് എന്ന ഡച്ച് കപ്പലിലെ വിനോദസഞ്ചാരികൾക്കാണ് ഈ രോഗബാധ ആദ്യം കണ്ടത്. ഈ കപ്പലിൽ ആകെ 149 പേരാണുള്ളത്. ഈ 149 പേരിൽ 2 ഇന്ത്യക്കാരും ഉൾപ്പെട്ട് എന്ന ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരം ഇന്ത്യക്കാരെ കൂടുതൽ ആശങ്കയിൽ ആഴ്ത്തുന്നുണ്ട്. 3 പേരാണ് ഇതുവരെ രോഗലക്ഷണങ്ങൾ കാണുകയും പിന്നീട് മരണപ്പെടുകയും ചെയ്തിരിക്കുന്നത്. UK, US, ജർമ്മനി, സ്പെയിൻ തുടങ്ങി 23 രാജ്യങ്ങളിൽ നിന്നുള്ള യാത്രക്കാരാണ് കപ്പലിലുള്ളത് എന്ന് കപ്പൽ അധികൃതർ വിവരം പുറത്തുവിട്ടിട്ടുണ്ട്. എന്നാൽ ഇതിൽ 2 ഇന്ത്യക്കാരുണ്ട്. ഇന്ത്യക്കാരുടെ പേര് വിവരങ്ങൾ പുറത്തുവിടാൻ കപ്പൽ അധികൃതർ തയ്യാറായിട്ടില്ല. മരിച്ച 3 പേരിൽ 2 പേർ ഡച്ച് ദമ്പതികളാണ്. ഒരാൾ ജർമ്മനിയിൽ നിന്നുള്ള ആളുമാണ്. ഗുരുതരാവസ്ഥയിലുള്ള ഒരു രോഗിയെ വിദഗ്ധ ചികിത്സയ്ക്കായി മാറ്റിയിട്ടുണ്ട്. മറ്റുള്ളവർ നിരീക്ഷണത്തിലുമാണ്. മെയ് 2-നാണ് കപ്പലിൽ ആദ്യമായി രോഗബാധ റിപ്പോർട്ട് ചെയ്തതെന്ന് അറിയുന്നത്. അർജന്റീന, ചിലി എന്നിവിടങ്ങളിൽ നിന്ന് ആണ് യാത്ര ആരംഭിച്ചത്. അവിടെ വെച്ച് കപ്പലിൽ കയറുന്നതിന് മുമ്പ് തന്നെ യാത്രക്കാർക്ക് രോഗബാധ ഏറ്റിട്ടുണ്ടാകാം എന്നാണ് നിഗമനം. എൽദോ, ഇതിന്റെ അകത്ത് പ്രധാനമായും നമ്മൾ കാണേണ്ടത് ഈ രോഗബാധ സ്ഥിരീകരിച്ച ഒരാൾ രോഗബാധ സ്ഥിരീകരിക്കുമ്പോൾ ഇത് ഹാൻഡ വൈറസ് ആണ് എന്നതിന് വ്യക്തമായ തെളിവുകൾ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ കപ്പലിൽ സ്വാഭാവികമായി ഉണ്ടാകുന്ന വിനോദസഞ്ചാര പരിപാടികളെല്ലാം സാധാരണ നിലയിൽ തുടർന്നു. ആദ്യ മരണം റിപ്പോർട്ട് ചെയ്ത ശേഷവും 12 ദിവസത്തോളം കപ്പലിൽ ഐസൊലേഷൻ നടപടികൾ സ്വീകരിക്കാതെ വിനോദസഞ്ചാര പരിപാടികളും ഭക്ഷണ വിതരണവും എല്ലാം സാധാരണ രീതിയിൽ നടന്നതായിട്ടാണ് യാത്രക്കാർ ആരോപിക്കുന്നത്. ആദ്യത്തേത് സ്വാഭാവിക മരണം എന്നായിരുന്നു അധികൃതർ യാത്രക്കാരോട് പറഞ്ഞിരുന്നത്. വിവിധ തുറമുഖങ്ങളിൽ കപ്പൽ ഇറങ്ങിയ ശേഷം ഈ വിവിധ തുറമുഖങ്ങളിൽ കപ്പൽ നിർത്തുമ്പോൾ അവിടെ പല യാത്രക്കാർ ഇറങ്ങിയിട്ടുണ്ട്. ആ യാത്രക്കാരെ കണ്ടെത്താനുള്ള ശ്രമങ്ങൾ ഇപ്പോൾ നടന്നു വരികയാണ്. ഇത് എലിയിൽ നിന്നാണ് ഈ ഹാൻഡ വൈറസ് സാധാരണയായി പകരുന്നത് എന്നാണ് അറിയുന്നത്. എലികളുടെ മൂത്രം, കാഷ്ടം അല്ലെങ്കിൽ ഉമിനീർ എന്നിവയിൽ ചെറിയ കണങ്ങൾ വായുവുമായി കലരുകയും അത് ശ്വസിക്കുകയോ സ്പർശിക്കുകയോ അറിയാതെ ഭക്ഷണത്തിൽ കലരുകയോ ചെയ്യുന്നത് വഴിയാണ് ഈ രോഗബാധ ഉണ്ടാകുന്നത്. ശ്വാസകോശത്തെയാണ് ഇത് ബാധിക്കുന്നത്. ശ്വാസകോശത്തെ ബാധിക്കുന്നതും വൃക്കയെ ബാധിക്കുന്നതുമായ 2 തരത്തിലുള്ള വൈറസുകളാണ് ഈ ഹാൻഡ വൈറസിലുള്ളത്. ഇതിൽ ഏറ്റവും അപകടകരമായത് വൃക്കയെ ബാധിക്കുന്ന ഹാൻഡ വൈറസ് ആണ്. ഇതിന്റെ മരണനിരക്ക് ഏകദേശം 40% ആണ് എന്നും കാണുന്നു. സാധാരണ ഇതിന്റെ ലക്ഷണം എന്ന് പറയുന്നത് പനിയാണ് ആദ്യ ലക്ഷണമായി കാണുക. പിന്നീട് ക്ഷീണം, ശരീരവേദന, തലവേദന, ഛർദി, വയറുവേദന തുടങ്ങിയ ലക്ഷണങ്ങളും ക്രമേണ പ്രകടമാകും. ശ്വാസതടസ്സം, രക്തസമ്മർദ്ദം കുറയൽ, ക്രമരഹിതമായ ഹൃദയമിടിപ്പ് എന്നിവയും ഉണ്ടാകാം. ഹാൻഡ വൈറസിന് ഇപ്പോൾ കൃത്യമായ ചികിത്സാ രീതി കണ്ടുപിടിച്ചിട്ടില്ല എന്നുള്ളതാണ് ഇതിൻ്റെ അകത്ത് ഏറ്റവും ആശങ്കപ്പെടുത്തുന്ന കാര്യം. ഇതിന്റെ ലക്ഷണങ്ങൾക്കാണ് ചികിത്സയുള്ളത്. പനിക്ക്, ചുമ, ശ്വാസതടസ്സം എന്നിവയ്ക്കുള്ള ചികിത്സകളാണ് നൽകി വരുന്നത്. ഇപ്പോൾ 3 പേരാണ് ഇതിനകം മരിച്ചിരിക്കുന്നത്. അതാണ് ഏറ്റവും ആശങ്കപ്പെടുത്തുന്നത്. ഒപ്പം 2 ഇന്ത്യക്കാർ ഈ കപ്പലിലുണ്ട് എന്നുള്ള കാര്യവും ആശങ്കപ്പെടുത്തുന്നതാണ്. കപ്പൽ ഇപ്പോൾ ഒരു തീരത്ത് നങ്കൂരമിട്ടിരിക്കുകയാണ്. ആശങ്കയാവുകയാണ് ഈ ഹാൻഡ വൈറസ് ബാധ. 3 പേരാണ് കപ്പലിൽ മരണം സംഭവിച്ചതായി വിവരങ്ങൾ വരുന്നത്. എന്താണെങ്കിലും നങ്കൂരമിട്ടിരിക്കുകയാണ്. കൂടുതൽ കാഷ്വാലിറ്റീസിന് ഉണ്ടാകില്ല എന്ന് പ്രതീക്ഷിക്കാം. സിമി സാബുവാണ് വിവരങ്ങൾ നൽകിയത്.